ചോദ്യം ഇതാണ്, ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ടല്ലോ, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് ഉയർത്തിപ്പിടിക്കുന്നില്ല? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടല്ലോ, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് ഉയർത്തിപ്പിടിക്കുന്നില്ല? ഇസ്ലാമിൽ പലതുമുണ്ട്. മലമൂത്ര വിസർജന മര്യാദകൾ ഉണ്ട്. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മലമൂത്ര വിസർജന മര്യാദകൾ എന്ന പേരിൽ ഒരു ക്യാമ്പയിനോ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികളോ നടത്തുന്നില്ല? ഇസ്ലാമിൽ വസ്ത്രധാരണ മര്യാദകളുണ്ട്. ഇസ്ലാമിൽ ഭക്ഷണ മര്യാദകളുണ്ട്. അതേപോലെ തന്നെ വ്യക്തിപരമായി ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട സ്വഭാവങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. കുടുംബപരമായ നിർദ്ദേശങ്ങളുണ്ട്. സാമൂഹ്യമായി പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളുമുണ്ട്. അതേപോലെ ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെടുമ്പോൾ വിവിധ സാഹചര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അഥവാ ഭരണാധികാരിയാകുമ്പോൾ ഏത് നിലപാടായിരിക്കണം, ഇസ്ലാമിക ഭരണത്തിന് കീഴിലാകുമ്പോൾ ഏത് നിലപാടായിരിക്കണം, ഇസ്ലാമികേതര ഭരണമാണെങ്കിൽ എന്തു നിലപാടായിരിക്കണം, ഇതൊക്കെയുണ്ട്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റി നിർത്തുക എന്നത് സാധ്യമല്ല. എന്നാൽ അതിവിശാലമായ ഇസ്ലാമിന്റെ വിഷയങ്ങൾ, പ്രത്യേകിച്ചും അടിസ്ഥാനപരമായ ആരാധനാരംഗത്തെയും പ്രവാചക ചര്യയുമായി ബന്ധപ്പെട്ടതുമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള അനേകം വിഷയങ്ങൾക്കിടയിൽ നിന്ന്, അതിന്റെ മൂലയിൽ നിന്ന് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ എടുക്കുകയും അതേക്കുറിച്ച് തങ്ങൾക്ക് തോന്നിയതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധവും അതേസമയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരായ സമീപനം സ്വീകരിക്കുന്ന ഷിയാക്കളുടെ നിലപാടുകളോട് യോജിക്കുന്നതുമായ ഒരുപാട് വൈകൃതമായ വിശ്വാസങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിധികളും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അതുമാത്രം നിർവഹിക്കുകയും രാഷ്ട്രീയ അജണ്ട മാത്രം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ തോന്നും, എന്ത്, മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനം എന്തുകൊണ്ടാണ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാത്തത്? കാരണം ഇവർ ഈ രാഷ്ട്രീയം മാത്രമേ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. ഇസ്ലാമിന്റെ ആരാധനാരംഗമോ ഇസ്ലാമിന്റെ വിശ്വാസരംഗമോ കച്ചവടമോ കല്യാണമോ ഇതുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നു, രാഷ്ട്രത്തെ അല്ല കേന്ദ്രീകരിക്കുന്നത്. ഒരു രാഷ്ട്രം ഇസ്ലാമിന്റെ കീഴിലാണെങ്കിലും അല്ലെങ്കിലും ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ മാതൃകയും അതാണ്. ലോകത്തിന്റെ ഭരണാധികാരികൾ ഇസ്ലാമിക വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ വിശ്വാസാദർശങ്ങൾ സ്വീകരിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതേസമയം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം മുസ്ലിങ്ങളുടെ കയ്യിലാണ് എന്ന് വെക്കുക, അതുകൊണ്ട് ആ നാട്ടുകാരായ വ്യക്തികൾ ഭരണം ഇസ്ലാമിന്റെ കയ്യിലായതുകൊണ്ടും ആ ഭരണകർത്താക്കൾക്ക് ബൈഅത്ത് ചെയ്തതുകൊണ്ടും സ്വർഗത്തിൽ പോകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഭരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല സ്വർഗപ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ രാഷ്ട്രീയമായ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ മറച്ചുവെക്കുകയോ അതാത് സമയങ്ങളിൽ അറിയിക്കേണ്ട പ്രകാരം അറിയിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടോ? ഉണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രചാരവേലയിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ബഹുമാന്യനായ സുഹൃത്ത് നേരത്തെ ഇവിടെ ചോദിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ അൽമനാറായാലും വിചിന്തനമായാലും അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റു പ്രസിദ്ധീകരണങ്ങളും ലേഖനങ്ങളും അതാതു സമയത്ത് ഈ പുതിയ ലക്കങ്ങൾ പോലും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാഷ്ട്രീയ രംഗത്ത് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട മര്യാദ എന്താണ് എന്ന്. ഞാനിവിടെ അൽമനാറിന്റെ ഒരു ലക്കം മാത്രം നിങ്ങളെ കാണിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളും ആസന്നമായ തെരഞ്ഞെടുപ്പും. ഈ വിഷയത്തിൽ ഇത് അൽമനാറാണ്, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ മുഖപത്രമാണ്. ഇതിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട മര്യാദകൾ അതിവിശദമായും സരളമായും പ്രതിപാദിക്കുന്നുണ്ട്. 1989 നവംബർ മാസം ഇതിന്റെ 1-2 വരികൾ മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാം വിരുദ്ധ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയക്കാരുടെ അംഗീകാരവും അവാർഡുകളും ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ടി മുസ്ലിം സാധാരണക്കാരെ പറഞ്ഞു കബളിപ്പിച്ച് അവരുടെ വോട്ടുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന മതസംഘടനകളെയും പണ്ഡിത വേഷധാരികളെയും ഒറ്റപ്പെടുത്താൻ യഥാർത്ഥ മുസ്ലിങ്ങൾ അമാന്തിച്ചുകൂടാ. അതായത് കേവലം രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തുന്ന നിലപാടുകളെപ്പോലും കൃത്യമായി വിലയിരുത്തുകയും അതേ സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് പിന്നെ വർഗീയതയും ജനായത്വവും അതേപോലെ ഫാഷിസം ഇസ്ലാമിക മൂല്യമല്ല, ആരാണ് ഭരിക്കുക, അതേപോലെ സലഫികളുടെ രാഷ്ട്രീയം തുടങ്ങി ഇസ്ലാമിന്റെ രാഷ്ട്രീയ സമീപനത്തെ ഈ രൂപത്തിൽ വിശദമായി എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്.
കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിചിന്തനം പരിശോധിച്ചാലും അത് കാണാൻ സാധിക്കും. എന്നിട്ടും മുജാഹിദ് പ്രസ്ഥാനം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇസ്ലാമിൽ വല്ല നിയമങ്ങളും ഉണ്ടെങ്കിൽ അത് അവഗണിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതേസമയം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ് എന്നും ഇസ്ലാം എന്നാൽ സ്റ്റേറ്റ് ആണ് എന്നും ഇബാദത്ത് എന്നാൽ ആ സ്റ്റേറ്റിലെ ഭരണകർത്താവിനെ അനുസരിക്കലാണ് എന്നും ഇലാഹി എന്നാൽ ഭരണാധികാരിയാണ് എന്നുമുള്ള ശിഈ തത്വമുണ്ടല്ലോ, അത് ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചതല്ല. അത് മുസ്ലിങ്ങളെ തീവ്രവാദ നിലപാടുകളിൽ കൊണ്ടുവരാൻ മാത്രമേ കാരണമാകൂ എന്നതുകൊണ്ട് മതരാഷ്ട്രവാദികളുടെ വികൃതമായ രാഷ്ട്രീയ നിലപാടുകളെയും കൂടി വിമർശിക്കുന്നു, അങ്ങനെയും കൂടി രാഷ്ട്രീയത്തിന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്ന് വിശദീകരിക്കുന്നു എന്ന രൂപത്തിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്ന ഒരു ഭാഗം അവഗണിച്ച ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടക്കം മുതൽ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സുവിദിതമായ ഒരു സത്യമാണ്.